പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ബ്രാഞ്ചുകൾ ഉള്ള ആൽക്കെയിന് പേരിടുന്നത് എങ്ങനെയെന്നാണ് പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 5 കാർബണുകൾ എടുത്തു. അതിലൊരു കാർബണിന്റെ ചുവട്ടിലേക്ക് മറ്റൊരു കാർബൺ ഇട്ടു. അതാണ് ശാഖ അഥവാ ബ്രാഞ്ച്. ഇനി ഈ ബ്രാഞ്ചിന് മുൻപ് പ്രധാനപ്പെട്ട ചെയിന് നമ്മൾ നമ്പർ ഇടണം. പ്രധാന ബ്രാഞ്ചിന് നമ്പർ ഇടണം. അതായത് അത് ശാഖയോട് അടുപ്പിച്ചിട്ടുള്ള ഒരു കാർബണിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇനി പ്രധാന ചെയിനിലെ കാർബണുകളുടെ എണ്ണം പെന്റ് ആണ്, അതുകൊണ്ട് പെന്റൈൻ. ശാഖയിലെ കാർബണിന്റെ എണ്ണം മെത്താണ്, അതുകൊണ്ട് മീഥൈൽ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ശാഖയുടെ സ്ഥാനം 2, അതും നമ്മൾ കൊടുക്കുന്നു. ഇനി ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ള പെന്റൈനെ വേർഡ് റൂട്ട് എന്ന് പറയുന്നു. മീഥൈൽ എന്ന് പറയുന്നത് ബ്രാഞ്ചിന്റെ നെയിമാണ്. പിന്നെ 2 എന്ന് പറയുന്നത് ബ്രാഞ്ചിന്റെ സ്ഥാനമാണ്. നമുക്ക് അടുത്തത് എഴുതി നോക്കാം. വീണ്ടും 5 കാർബണുകൾ എടുത്തിരിക്കുന്നു. അതിൽ നടുവിലുള്ള കാർബണിന് ചുവട്ടിലേക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കുന്നു. ഇവിടെ 2 അറ്റത്തേക്കും ഒരേ ദൂരമായതിനാൽ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് 1, 2, 3 അങ്ങനെ സ്ഥാനം എഴുതാം. ഇവിടെ ഞാൻ വലത് നിന്ന് എടുത്തിരിക്കുന്നു. ഇനി പേരെഴുതുമ്പോൾ പെന്റൈൻ പ്രധാന ബ്രാഞ്ചിന്റെ പേരെഴുതി, അതിന് മുൻപിലായിട്ട് മീഥൈൽ എഴുതി, അതിനുശേഷം സ്ഥാനം 3 എഴുതി. വീണ്ടും 5 കാർബണുകൾ എടുത്തിരിക്കുന്നു. ഇപ്രാവശ്യം ബ്രാഞ്ച് ഇടത്തെ ഭാഗത്തേക്ക്, രണ്ടാമത്തെ ഭാഗത്തേക്കാണ് ഇട്ടിട്ടുള്ളത്. ഇപ്രാവശ്യം ബ്രാഞ്ചിന് അടുത്തുള്ള പദം തുടങ്ങുന്നത് ഇടത്തെ ഭാഗത്തു നിന്നാണ്, അതുകൊണ്ട് ഇടത് ഭാഗത്ത് നിന്നാണ് 1, 2, 3 എന്ന് എടുത്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ പേര് കൊടുക്കുമ്പോൾ പെന്റൈൻ മെയിൻ ബ്രാഞ്ചിന്റെ പേരാണ് ഞാനിവിടെ ആദ്യം എഴുതുന്നത്. അതിന് തൊട്ട് മുൻപിലായിട്ട് ബ്രാഞ്ചിന്റെ പേരെഴുതുന്നു മീഥൈൽ. അതിന് മുൻപിൽ ഒരു ഹൈഫൺ ഇട്ടിട്ട് സ്ഥാനം എഴുതുന്നു. ഇവിടെ ഇടത് ഭാഗത്തു നിന്നാണ്, അതുകൊണ്ട് രണ്ടാമത്തേതാണ് സ്ഥാനം. 2 മീഥൈൽ പെന്റൈൻ. ഇപ്പോൾ നാം എഴുതിയതിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇതേ കോമ്പൗണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം എഴുതിയത്. അതായത് രണ്ടിൻ്റെയും പേര് ഒന്നാണ്, 2 മീഥൈൽ പെന്റൈൻ. അതായത് രണ്ടും ഒരു കോമ്പൗണ്ടാണ്. പക്ഷേ അതിൻ്റെ ബ്രാഞ്ചുകൾക്ക് സ്ഥാനവില കൊടുത്തിരിക്കുന്നത് ആദ്യം എഴുതിയതിൽ വലത്ത് നിന്നാണെങ്കിൽ ഈ ഏറ്റവും അവസാനം എഴുതിയതിൽ ഇടത്ത് നിന്നാണ്. അത്രമാത്രം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത് ബ്രാഞ്ചുകൾ എവിടെയാണോ കൂടുതലുള്ളത് ആ ഭാഗത്ത് നിന്ന് വേണം നാം സ്ഥാനവില നൽകുക. അതായത് സ്ഥാനവില നൽകുന്നതനുസരിച്ച് ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ സ്ഥാനവില വേണം കിട്ടാൻ. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ. അടുത്തതായി പ്രധാന ബ്രാഞ്ച് അഥവാ മെയിൻ ബ്രാഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും 6 കാർബണിൻ്റെ ഒരു ചെയിൻ തന്നിട്ടുണ്ട്. അതിൽ ഒരു ശാഖ, അതിലൊരു കാർബൺ മാത്രം. ഇവിടെ പ്രധാന ബ്രാഞ്ച് നമ്മൾ എടുക്കേണ്ടത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ്. അതായത് 6 എണ്ണം. എണ്ണം കൂടുതലുള്ളത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ അത് പ്രധാന ബ്രാഞ്ചായിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ പേര് ഹെക്സൈൻ എന്ന് കൊടുത്തു. ബ്രാഞ്ചിലുള്ളത് മെത്താണ്, മീഥൈൽ എന്ന് കൊടുത്തു. അതിൻ്റെ ശാഖ സ്ഥാനം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 മീഥൈൽ ഹെക്സൈൻ. വീണ്ടും അടുത്തത് 6 കാർബണുകൾ എടുത്തു. ഇപ്രാവശ്യം ബ്രാഞ്ചിൽ 2 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും പ്രധാന ശാഖ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. അതിൽ 6 എണ്ണമാണ്. അതിൻ്റെ പേര് നമ്മൾ കൊടുത്തു ഹെക്സൈൻ. ഇനി ബ്രാഞ്ചിലുള്ളത് 2 എണ്ണമാണ്. ആ 2 എണ്ണത്തിൻ്റെ മെത്ത് എത്ത് ഈഥൈൽ. ഇനി സ്ഥാനം 3 ആണ്, അതുകൊണ്ട് 3 ഈഥൈൽ ഹെക്സൈൻ. വീണ്ടും കാർബണുകൾ 6 എണ്ണം എടുത്തു. ബ്രാഞ്ചിൽ 1, 2, 3 എണ്ണം എടുത്തു. ഇവിടെ പ്രധാന ശാഖ നോക്കൂ, താഴെ നിന്ന് ഇടത്തോട്ടേക്കാണ് പ്രധാന ശാഖ. കാരണം എണ്ണം കൂടുതലുള്ളത് കാർബൺ അങ്ങനെയാണ്. ഇനി കാർബൺ നമുക്ക് എണ്ണി നോക്കാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്. പദമൂലം അഥവാ വേർഡ് റൂട്ട് ഹെപ്റ്റൈൻ. അടുത്തതായി ബ്രാഞ്ചിലെ എണ്ണം പരിശോധിക്കാം. ബ്രാഞ്ചിൽ മെത്ത്, എത്ത്, അതായത് ഈഥൈൽ. ഈഥൈലിൻ്റെ സ്ഥാനം 4, അതായത് 4 ഈഥൈൽ ഹെപ്റ്റൈൻ. അടുത്ത കണക്ക് നോക്കാം. ഇവിടെ കാർബൺ 6 എണ്ണം എടുത്തിരിക്കുന്നു. ഒരു കാർബണിന് ചുവട്ടിലേക്ക് 1, 2, 3, 4 കാർബണുകളാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ മുഖ്യ ബ്രാഞ്ച് നമ്മൾ എടുക്കുമ്പോൾ
നേരത്തെ എടുത്തതുപോലെ വലത്ത് നിന്ന് താഴത്തേക്കാണ് മുഖ്യ ബ്രാഞ്ച് അഥവാ മെയിൻ ബ്രാഞ്ച് വരിക. അടുത്തതായി നമുക്ക് സ്ഥാനവില നൽകാം. ഇവിടെ സ്ഥാനവില നൽകാൻ എടുക്കുന്നത് ഇടത് നിന്ന് താഴത്തേക്കാണ്. അതായത് ബ്രാഞ്ച് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഇടതുഭാഗത്തോടാണ്. നാം കഴിഞ്ഞ തവണ ചെയ്ത കണക്ക് നോക്കൂ. ഇടത് നിന്ന് വലത്തോട്ടേക്ക് താഴത്തേക്ക് എടുത്താലും താഴത്തുനിന്ന് ഇടത്തോട്ടേക്ക് എടുത്താലും ബ്രാഞ്ചിന്റെ സ്ഥാനത്തിന് മാറ്റമില്ല. എന്നാൽ ഇവിടെ ഇടത് നിന്ന് താഴത്തേക്ക് തന്നെ ബ്രാഞ്ച് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ സ്ഥാനവില വലുതായിരിക്കും കിട്ടുക. നമുക്ക് എല്ലായ്പ്പോഴും ലഭിക്കേണ്ടത് ബ്രാഞ്ചിന്റെ സ്ഥാനവില ഏറ്റവും ചെറുതായിരിക്കണം കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ പേര് എഴുതാം. മെയിൻ ബ്രാഞ്ച് ഒക്ടൈൻ, ബ്രാഞ്ചിൽ വന്നിട്ടുള്ളത് മെത്ത്, എത്ത്, ഈഥൈൽ, ബ്രാഞ്ചിന്റെ സ്ഥാനം 4, അതുകൊണ്ട് 4 ഈഥൈൽ ഒക്ടൈൻ. ഇനി നമുക്ക് ഒന്നിലധികം ബ്രാഞ്ചുകൾ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. 1, 2, 3, 4, 5 കാർബണുകൾ എടുത്തു. ഓരോ കാർബണുകളിൽ നിന്ന് 2 ബ്രാഞ്ചുകൾ എടുത്തു. നോക്കൂ, 2 ബ്രാഞ്ചുകളും മെത്തുകളാണ്. ഇവിടെ നമ്മൾ പദമൂലം പെൻറ്റെയിൻ എഴുതി. 2 മെത്തുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഡൈമീഥൈൽ എന്നാണ്. ഡൈമീഥൈൽ. ഇനി ഹൈഫൺ ഇട്ട് 2 ബ്രാഞ്ചിൻ്റെയും സ്ഥാനം നോക്കുക. സ്ഥാനം കുറവ് കിട്ടുന്ന വിധത്തിൽ എഴുതുമ്പോൾ 2, 3, അതായത് 2, 3 ഡൈമീഥൈൽ പെൻറ്റെയിൻ. അടുത്തതായി അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. 4 കാർബൺ മെയിൻ ബ്രാഞ്ചിലെടുത്തു. 2 കാർബണുകൾ ശാഖകളായും എടുത്തു. അപ്പോൾ ഇവിടെ 2 ശാഖകളാണ്. ഓരോ ശാഖയിലും ഓരോ കാർബൺ വീതം. നമ്മൾ നമ്പർ കൊടുത്തു. അപ്പോൾ ഇടത്ത് നിന്നോ വലത്തു നിന്ന് എടുത്താലും കുഴപ്പമില്ല. വേർഡ് റൂട്ട് ബ്യൂട്ടൈൻ. ശാഖകൾ മെത്തുകളാണ്, 2 എണ്ണമുണ്ട്, അതുകൊണ്ട് ഡൈമീഥൈൽ. സ്ഥാനം 2, 3, അതായത് 2, 3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. വീണ്ടും 4 കാർബണുകൾ എടുത്തു. കാർബണിൽ നിന്ന് ബ്രാഞ്ചുകൾ 3 ബ്രാഞ്ചുകൾ എടുത്തു. അതിൽ 2 എണ്ണം ഒരേ സ്ഥാനത്ത് നിന്നാണ്, ഒരെണ്ണം മാത്രം മറ്റൊരു പദത്തിൽ നിന്നെടുത്തു. വേർഡ് റൂട്ട് ബ്യൂട്ടൈൻ. ഇവിടെ മെത്തുകളാണ്, 3 എണ്ണമുണ്ട്, അതുകൊണ്ട് ട്രൈ മീഥൈൽ. ഇനി സ്ഥാനം നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ചിൽ നിന്നും 2 എണ്ണം, അപ്പോൾ അതുകൊണ്ട് 2, 2 പിന്നെ മൂന്നാമത്തേത്, അപ്പോൾ 2, 2, 3 ട്രൈ മീഥൈൽ ബ്യൂട്ടൈൻ. അടുത്തതായി ഈ പാഠഭാഗത്ത് നിന്ന് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഏതാനും ചില കണക്കുകൾ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ തീർച്ചയായും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കണക്കുകൾ വീണ്ടും വീണ്ടും ചെയ്തു പഠിക്കുക. ബ്രാഞ്ചിൽ നിന്നുള്ള എല്ലാ കണക്കുകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ.